I greet you all in the precious name of our Lord and Savior Jesus Christ. It's so happy to be in your midst today. ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. We could enjoy the heavy presence of the Holy Spirit while we worship. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമായ തിരിച്ചറിവ് ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. When Holy Spirit comes, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ I believe definitely there will be a deliverances going on. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് ദൈവിക വിടുതലുകൾ വരുത്തും. I believe God has brought. It's not an accident that you are here. ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ആകസ്മികമായിട്ടല്ല. God has brought you here. ദൈവമാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. That God wants to deliver you from the enemy's strategies and the plans. ദുഷ്ടനായ പിശാചിന് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കുവാനുള്ള ഇടമാണ് ദൈവ സാന്നിധ്യം. As pastor was telling about me that I am serving the Lord in Mysore. മൈസൂർ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. In 2000 I came to know about the Lord. ഈ 2000-ലാണ് ഞാൻ യേശുവിനെ അറിയുവാനിടയായത്. It was through an accident. അത് ഒരു അപകടത്തെ തുടർന്നായിരുന്നു. That I met the Lord. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത് അങ്ങനെയാണ്. I was basically from an Orthodox family from Kottayam. ഞാൻ കോട്ടയം ഭാഗത്തുള്ള ഒരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. Being in Madhua and serving and as in the Orthodox culture. ഓർത്തഡോക്സ് ആരാധനയിലെ മധുവായിലെ ശുശ്രൂഷകളൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. So very much passionate I was even there according to their culture. എന്റെ വിശ്വാസം അനുസരിച്ച് അതിൽ ഞാൻ വളരെ തീവ്രതയുള്ള ആളായിരുന്നു. So I didn't like normally the Pentecostal styles and the things what they were doing. പെന്തക്കോസ്ത് രീതികളോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. But I knew God loved me so much. എന്നാൽ ഒരു കാര്യം എന്റെ ഉള്ളത്ത് ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നെ വളരെ സ്നേഹിച്ചിരുന്നുവെന്ന്. Since 95 after my dad expired I had to work. 1995 എന്റെ പിതാവ് മരിച്ചതിന് ശേഷം ഞാൻ ജോലി ചെയ്യേണ്ടി വന്നു. God led me to the hotel industry. I was working in a hotel. ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്ക് ട്രെയിനിങ് ലഭിച്ചത്. ഞാൻ അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു. In 2000 I met with an accident in Varchala Adirpalli. ഞാൻ തമിഴ്നാട്ടില് തൃശ്ശൂർ വെച്ച് എനിക്കൊരു വലിയ അപകടമുണ്ടായി. I was drowned into a falls. ഞാൻ ഒരു വലിയ വെള്ളത്തിൽ വീഴുവാനിടയായി. I didn't know swimming. എനിക്ക് നീന്താൻ അറിയില്ലായിരുന്നു. Before that a week a believer came to our hotel who used to share me about the gospel. അതിന് ഒരാഴ്ച മുമ്പ് ഒരു വിശ്വാസിയായ സഹോദരൻ ഹോട്ടലിൽ വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു. And he was disturbing me so much speaking about Jesus. യേശുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടായി. Two of us who were from this Orthodox background we used to scold him very bad words. ഞാനും എൻ്റെ സുഹൃത്തും യാക്കോബ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു. ഞങ്ങൾ അവനെ വളരെ വഴക്ക് പറയുവാനിടയായി. And we used to beat him sometimes. ചിലപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്. He was a very short guy. He was a very short guy. അദ്ദേഹം വളരെ പൊക്കം കുറവുള്ള ആളായിരുന്നു. And still he was behind me sharing this gospel. എന്നാലും അദ്ദേഹം ഈ ഉപദ്രവം എല്ലാം സഹിച്ചു വീണ്ടും ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു. And when I met with this accident, അങ്ങനെ എനിക്ക് അപകടമുണ്ടായപ്പോ and literally I drowned and the water took me nearly about a kilometer far. ഞാൻ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങി 1 കിലോമീറ്റർ ദൂരം ഞാൻ ഒഴുകിപ്പോയി. And I drank so much of water that I knew that I am going to die. ഞാൻ കുറേ വെള്ളം കുടിച്ചു, ഞാൻ മരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. And somebody pulled me out. I don't know who was it. Somebody pulled me out and put me into the shore, and later after 10-15 minutes I came to my conscious. ആരോ എന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കരക്കിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുബോധം വന്നത്. The first question came to me was who is this person that kept my breath for one more second that he loved me so much. ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിലോട്ട് വന്ന ചിന്ത, എന്നെ അത്രയധികം സ്നേഹിക്കുന്നത് ആരാണ്, ഒരു നിമിഷം കൂടെ എൻ്റെ ശ്വാസം എന്നിൽ നിലനിർത്തിയത് ആരാണ്. I was not so worthy enough to be saved by God. അങ്ങനെ ദൈവം എന്നെ രക്ഷിക്കുമാറ് ഉള്ള യോഗ്യതകൾ എനിക്കില്ലായിരുന്നു. I used to be in all the wrong ways I could be.
എനിക്ക് പോകാവുന്ന എല്ലാ വഴികളിലും ഞാൻ പോയിട്ടുണ്ട്. Because as I was in the hotel industry, everything was free for me. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നുകൊണ്ട് എനിക്ക് എല്ലാം സൗജന്യമായി കിട്ടുമായിരുന്നു. Still, who was that person who saved me? എങ്കിലും എന്നെ രക്ഷിച്ചത് ആരാണ്? This question put me into it disturbed me so much. ഈ ചോദ്യം ചിന്ത എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തി. And the death which I faced face to face ഞാൻ മുഖാമുഖമായി മരണത്തെ കണ്ടപ്പോൾ made me so angry. എന്നെ അത് എന്നിൽ വളരെ കോപമുണ്ടാക്കി. When I came back to hotel again, ഞാൻ ഹോട്ടലിൽ മടങ്ങി വന്നപ്പോൾ I was so much disturbed in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടായി. The week next, the same believer took me to a church. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഒരു സഹോദരൻ എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോയി. I was not ready to go with him. ആദ്യമേ അദ്ദേഹത്തിന്റെ കൂടെ പോകുവാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. But he waited for me until I came with him. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകുമെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ താൻ എന്നെ നിർബന്ധിച്ചു. He fought with me that day. അന്ന് അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കി. And he told Achaya, I'm not going to go without you today. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചായ നീ വരാതെ ഞാൻ പോകത്തില്ല. If he thought, let him come if he want, വേണമെങ്കിൽ അവൻ വരട്ടെന്ന് കരുതിയിരുന്നെങ്കിൽ I would have not been here today. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മധ്യേ നിൽക്കത്തില്ലായിരുന്നു. Hallelujah. Can you just think of the friends who are working with you? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്നേഹിതരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Can you just think the friends whom you love so much who are in your schools? നിന്റെ സ്കൂളിലും നിന്റെ കോളേജിലുമുള്ള നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ പറ്റി കരുതിയിട്ടുണ്ടോ? Maybe the day is going to come when they stand in front of the judgment. ഒരു ദിവസം വരും അവരെല്ലാവരും ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുന്ന ദിവസം. That day they would ask you, അന്ന് അവരൊരു ചോദ്യം ചോദിക്കും, if you could have just said once more to me, ഒരു പ്രാവശ്യം കൂടെ നീ സുവിശേഷം പറയാൻ തയ്യാറായിരുന്നെങ്കിൽ I would have not been in this row. ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. Glory be to God. It is just a word that can save a person from hell. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്ക് മതി ഒരുവനെ നരകത്തിന്റെ വാതിക്കൽ നിന്ന് രക്ഷിപ്പാൻ. Today I challenge you. ഇന്ന് രാവിലെ ഞാൻ എല്ലാവരും ആഹ്വാനം ചെയ്യട്ടെ. Pray for your friends. നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Pray for your neighbors. നിന്റെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Ask them to come to the prayer whether they like it or not like it. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും നിർബന്ധിച്ച് അവരോട് പ്രാർത്ഥനകൾക്ക് വരാൻ പറയണം. It's your duty to say. അവരെ രക്ഷയിലേക്ക് നയിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. Hallelujah. Hallelujah. That day I went with him very late. അന്ന് ഞാൻ വളരെ വൈകി തന്നോടൊപ്പം ചിലവഴിച്ചു. Like this, at the time of preaching, I just entered the church. അന്ന് ഞാൻ വൈകി പോയി പ്രസംഗം തുടങ്ങിയപ്പോഴാണ് എത്തിയത്. As soon as I entered the door, ഞാൻ ആ വാതിലിൽ കൂടി അകത്ത് കടന്നപ്പോ I saw a preacher standing that fingering at me. അവിടെ നിന്ന് പ്രസംഗകൻ എന്റെ നേരെ വിരൽ ചൂണ്ടി പറയുകയാണ്. And he was just telling, I am the way, the truth and the life. അങ്ങനെ പ്രസംഗകൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. I am the only authority who have the authority over the life. ഞാൻ മാത്രമാണ് ജീവനിലേക്ക് കടക്കേണ്ടതിന് നിനക്കുള്ള ഏക വഴി. There is nobody else that who can give or take the life. ജീവനെ തരുവാനോ എടുക്കുവാനോ കഴിയുവാൻ ആരുമില്ല. It was like a big hammer came and banged on my head. ഒരു വലിയ ചുറ്റിക വന്ന് എന്റെ തലയ്ക്ക് അടിച്ചതുപോലെ തോന്നി. I didn't know what happened. I just fell down there. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആ ദൈവ ശബ്ദം കേട്ടപ്പോൾ നിൽക്കുന്നിടത്ത് ഞാൻ നിലത്ത് വീണു. But I woke up after that worship. എന്നാൽ ആരാധന കഴിഞ്ഞിട്ടാണ് നിലത്തുനിന്ന് ഞാൻ എഴുന്നേറ്റത്. I asked my friend, what was I doing while I fell down? ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ നിലത്ത് കടന്നപ്പോൾ എന്താ ഞാൻ ചെയ്തത്? But he told, you were screaming like anything. അദ്ദേഹം പറഞ്ഞു, നീ അവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. But inside me I could see all the things what I did in my life. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല പാപ പ്രവർത്തികളും എന്റെ കണ്ണിന് മുൻപിലൂടെ കടന്നുപോയി. I could see Jesus forgiving my sins. യേശു എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത് ഞാൻ കണ്ടു. I was not the same person who came out of the church. ആ ആലയത്തിലേക്ക് നടന്നു കയറിയവനെ പോലെയല്ല ഞാൻ മടങ്ങിപ്പോയത്. A big heaviness left out of my life. എന്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു ഭാരം ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി. He was so afraid to talk to me after that.
അതിനുശേഷം എന്നോട് സംസാരിക്കാൻ തന്നെ ആ സഹോദരന് പേടി തോന്നി. Because he was so short, you know. കാര്യം അദ്ദേഹം ചെറിയൊരു മനുഷ്യനായിരുന്നു. I was a big guy even that day. I was so big. അന്ന് ഞാൻ ഏറെക്കുറെ നല്ല വലിപ്പമുള്ള ആളായിരുന്നു. Achaya, enna patti? So he came and asked me, Achaya, what happened? I was like a child, you know. I was like a baby. ഞാനൊരു കൊച്ചു കുഞ്ഞു പോലെയായി. I told brother, I don't know what happened. ഞാൻ പറഞ്ഞു, സഹോദരൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. I had like a 500 kgs of weight over me. എന്റെ മേലേക്ക് വലിയൊരു ഭാരം വരുന്ന പോലെ തോന്നി. But now I feel like I don't have that weight. പക്ഷേ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട്. Here, that same presence is alive today. ഇന്ന് രാവിലെ അതേ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുമുണ്ട്. Who is able to take away all of your weights and make you free today? ഇന്ന് രാവിലെ നിന്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ മുഴുവനും ഭാരങ്ങൾ ചുമന്ന് നിന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇവിടെയുണ്ട്. Can you worship him today? ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ We bless you, Lord. Hallelujah. Thank you, Jesus. Hallelujah. He loves you so much. അവൻ നിങ്ങളെ അധികം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. He wants you to come out and say to him that Lord, I love you so much. ഇന്ന് രാവിലെ നീ ധൈര്യത്തോടെ പുറത്തു വന്ന് പറയണം, ദൈവമേ ഞാൻ നിന്നെ വളരെ സ്നേഹിക്കുന്നു. It was not so easy for me to say, I come out and say, I love you, Lord. അങ്ങനെ എന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പറയാൻ എനിക്ക് എളുപ്പമല്ലായിരുന്നു. The pastor there, his name was Pastor Lalu Thomas. Pastor Lalu എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. I love him so much. അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. He used to come to my hotel and he used to sit with me as if a guest, and he used to chat with me and speak with me. Vinod, God loves you, loves you. He was behind me day and night. പാസ്റ്റർ എന്റെ അടുത്ത് വന്നെപ്പോഴും പറയുമേ, വിനോദേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, എന്റെ കൂടെ ധാരാളം സമയം ചിലവഴിക്കുമായിരുന്നു. But still the orthodox, the rituals and things what I was doing felt me so comfortable than what he was speaking to me. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തു വന്ന രീതികളിൽ ഞാൻ സംതൃപ്തനായിരുന്നു. But one day I decided. ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു. I had to go through a big struggle. ഒരു വലിയ പിരിമുറുക്കത്തിലൂടെ ഞാൻ കടന്നുപോയി. I told Lord, I am ready to take baptism for ഞാൻ you. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ സ്നാനപ്പെടുവാൻ തയ്യാറാണ്. When I came to know the real truth of baptism, സ്നാനത്തെ പറ്റിയുള്ള സത്യം ഞാൻ അറിഞ്ഞപ്പോൾ the pastor told me, പാസ്റ്റർ എന്നോട് പറഞ്ഞു, the baptism is as if you're getting engaged to a person. ബാപ്റ്റിസം എന്ന് പറയുന്നത് നീ ഒരാളോട് വിവാഹം നിശ്ചയം ചെയ്യുന്നത് പോലെയാണ്. And it is like that on the day of the marriage, even though he may see much more beautiful girls in the avenue. അദ്ദേഹം പറഞ്ഞു, കല്യാണം നടക്കുന്ന ദിവസം നിന്നേക്കാള് സൗന്ദര്യമുള്ള സ്ത്രീകൾ സഹോദരിമാരാ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും, but that day he will never forsake you if you're engaged. നീ നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ ആ ദിവസം നിന്നെ അവന് മറന്നു കളയാൻ പറ്റത്തില്ല. That day I said to my Lord, I need to be engaged with you. ഞാൻ അന്ന് പറഞ്ഞ, കർത്താവേ ഇങ്ങനെയാണെങ്കിൽ നിന്നോട് തന്നെ വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. It took at least 6 months. I got saved on August and I took baptism in December. ഞാൻ ഓഗസ്റ്റ് രക്ഷിക്കപ്പെട്ടു, ഡിസംബറിൽ ഞാൻ സ്നാനപ്പെട്ടു. But that day when I took baptism, I had to go through many problems that my mom told never come back to home again. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞു ഇനി മേലിൽ ഈ വീട്ടിൽ കയറരുത്. Because the church people frightened them that we will throw you all out of the community. വീട്ടുകാരെ പേടിപ്പിച്ച് പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും സമൂഹത്തിൽ നിന്ന് പുറത്താക്കുമെന്ന്. And I decided one thing. അന്ന് ഞാൻ തീരുമാനിച്ചു, anyway I am going out of the house. ഏതായാലും ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്. There was one pastor in our village. ആ വില്ലേജിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. I went to him and asked, Pastor, do you have any mic with you? ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ മൈക്ക് വല്ലതും ഉണ്ടോ? Pastor asked me, what's the problem? എന്നോട് ചോദിച്ചു, എന്നാ പ്രശ്നം? No, I need a mic today. ഞാൻ പറഞ്ഞു, എനിക്കൊരു മൈക്ക് വേണം. ഉണ്ട്, I have a mic. So he gave me that. അദ്ദേഹം ആ മൈക്ക് തന്നു. So I told him, Pastor, would you like to come with me? ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ കൂടെ വരുന്നോ? He said, why? എന്തിനാണ്? Because I want to preach in front of my house. എന്റെ വീടിന് മുമ്പിൽ ചെന്ന് എനിക്ക് പ്രസംഗിക്കണം.
pastor was totally confused. പാസ്റ്റർക്കാകെ കൺഫ്യൂസ്ഡ് ആയി. മോനെ എനിക്ക് നാളെ ഇവിടെ ജീവിക്കണം, പക്ഷെ എന്നാലും ഞാൻ വരാം. He told I will come. Pastor said that I have to live here even tomorrow, but still I'll come with you. Okay, I took the mic. The first preaching was in front of my house. അങ്ങനെ ഞാൻ മൈക്ക് കൊണ്ടുപോയി ആദ്യത്തെ എന്റെ പ്രസംഗം എന്റെ വീടിന് മുമ്പിൽ. I don't know what to preach. എന്ത് പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയില്ല. I know one thing, that you will go to hell. ആകെ എനിക്ക് അറിയാവുന്നത് രക്ഷിക്കപ്പെട്ടില്ല നീ നരകത്തിൽ പോകും. Only that I know. That's what I'm saying. If you are not baptized and if you are not saved, you will go to hell. എനിക്ക് ആകെ അറിയാവുന്ന അതായിരുന്നു, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. Again and again I said that. വീണ്ടും വീണ്ടും ഞാനത് പറഞ്ഞു. And told Jesus came to save you. ഞാൻ പറഞ്ഞു യേശു നിന്നെ രക്ഷിക്കുവാൻ വന്നു. If you believe him, you will be saved. നീ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. Come on, I know that whole street. My relatives are there. ആ സ്ട്രീറ്റ് മുഴുവൻ എന്റെ ബന്ധുക്കളുണ്ട്. Every 100 meters I stood and I preached about Jesus. ഓരോ 100 മീറ്ററും കടന്നുപോയി നിന്നിട്ട് ഞാൻ യേശുവിനെ വിളിച്ചു പറഞ്ഞു. One of my uncles saw this. ഒരു അങ്കിൾ ഇത് കണ്ടു. And he just walked. What is this guy telling? അദ്ദേഹം ഇവൻ എന്നാ പറയുന്നതെന്ന് ചോദിച്ചു മുഖമൊക്കെ മറച്ചു വന്നു. And I spoke about Jesus that day. Every 100 meters, it took about 2 kilometers. I preached there. 2 കിലോമീറ്റർ ഓരോ 100 മീറ്റേഴ്സ് നിന്ന് ഞാൻ യേശുവിനെ പറ്റി വിളിച്ചു പറഞ്ഞു. I was mad about Jesus. യേശുവിനെ കുറിച്ച് ഓർത്തപ്പോൾ ഒരു ഭ്രാന്തമായ ആവേശമായിരുന്നു എനിക്ക്. But later on I had a heavy burden, like many. I had a big debts on me. So God opened me the doors to go to Middle East for work. കുറെ കടങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ജോലി ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നുപോയി. But the day when all my debts were finished and all my responsibilities was done, അങ്ങനെ എന്റെ കടം വീടി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞപ്പോ in 2002, within 2 years, 2002, God asked me, do you remember a prayer what you were praying in Cochin? നീ കൊച്ചിയിലായിരുന്നപ്പോ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നീ ഓർക്കുന്നുണ്ടോ? I used to pray to Lord, I don't want any money. ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, കർത്താവ് എനിക്ക് പണമൊന്നും വേണ്ട. I want to clear off all these debts. ഈ കടമെല്ലാം വീടണം. I want to teach my brother. എന്റെ സഹോദരനെ എനിക്ക് പഠിപ്പിക്കണം. That's the only thing I need. അത് മാത്രം എനിക്ക് മതി. I don't want anything more, Lord. വേറെ ഒന്നും എനിക്ക് വേണ്ട. But that day when my brother called me and told, Achacha, my studies are finished, now you can do your life. എങ്ങനെ എന്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞു, ഇനി നിനക്ക് ചെയ്യേണ്ടത് ചെയ്യാം. As he was talking, I heard another phone call. ഞാൻ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ വേറൊരു ഫോൺ കോൾ ഞാൻ കേട്ടു. From Holy Spirit. അത് പരിശുദ്ധാത്മാവിൽ നിന്ന്. Do you remember the prayer what you were praying? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ ഓർക്കുന്നുണ്ടോ? ചുമ്മാ പ്രാർത്ഥിച്ചേക്കല്ലേ വെറുതെ, കർത്താവേ ഞാൻ പൊക്കോളാവേ എന്നൊക്കെ പറഞ്ഞു. You need to be very careful when you pray, Lord, I will go and I'll do whatever it takes. Even though you forget, God never forgets. നീ മറന്നാലും ദൈവം മറക്കത്തില്ല കേട്ടോ. I told, yes Lord, I will go for you. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോകാം. It was not easy. അത് എളുപ്പമല്ലായിരുന്നു. But the grace of God made me mad. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് വ്യാപരിച്ചപ്പോൾ കർത്താവിനെ കുറിച്ച് എനിക്കൊരു വലിയ ആവേശമുണ്ടായി. I had only 144 rupees after taking, because it was sudden. I just went in the morning and told I want to go back to India. ഞാൻ രാവിലെ ചെന്ന് പറഞ്ഞ് എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം. അപ്പോൾ 144 അവിടുത്തെ രൂപ കയ്യിലുണ്ടായിരുന്നു. After the tickets, ടിക്കറ്റ് എടുത്തതിന് ശേഷം. And I told I want to go back to India. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ പോകുക. Everybody started scolding me. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. The person who brought me there, അവിടെ കൊണ്ടുവന്ന ആള്, Vinod, you are taking a mad decision. എന്നോട് പറഞ്ഞു, വിനോദ് നീ ചെയ്യുന്ന തെറ്റാ. And the personal manager told me, Vinod, no, it cannot happen. പേഴ്സൺ മാനേജർ എന്നോട് പറഞ്ഞു, വിനോദ ഇത് പറ്റത്തില്ല. And also so soon you cannot take a decision like that. You can't go back. പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് പോകാൻ പറ്റില്ല. If you not give me, I will run off. എന്നോട് പറഞ്ഞു, നീ എനിക്ക് അവധി തന്നില്ല, റിസിഗ്നേഷൻ തന്നില്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. That will make again your big problem to you. അത് നിനക്ക് പിന്നെ പ്രശ്നമായി തീരും. Somehow they gave me the resignation. അങ്ങനെ എന്റെ രാജിക്കത്ത് സ്വീകരിച്ചു. I came back to India. ഇന്ത്യയിലേക്ക് വന്നു. With 144 Kuwaiti dinars. 144 കുവൈറ്റ് ദിനാർസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. But my God എന്നാൽ എന്റെ ദൈവം has never let me or put me down. അന്ന് മുതൽ ഇന്നയോളം എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. Even today. ഇന്ന് വരെയും.
Hallelujah. ആമേൻ. He has never let me down. അവൻ ഇന്നുവരെയും എന്നെ ലജ്ജിപ്പിച്ചിട്ടില്ല. The biggest struggle is to go to the ministry, to come out for the serving the Lord, is what will I do after that? That's what the biggest question. പലപ്പോഴും കർത്താവിനെ സേവിക്കുവാൻ വിളി കിട്ടുമ്പോൾ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്നാ. But I say, I am a testimony for that. God will never put you down. ഇന്ന് രാവിലെ ഞാൻ പറയുകയാണ്, ഞാൻ അതിനൊരു ഉത്തമ സാക്ഷ്യമാണ്. ദൈവം നിന്നെ ലജ്ജിപ്പിക്കയില്ല. He will take care of you better than the country which you were serving. നീ ഇന്ന് സേവിക്കുന്ന രാജ്യത്തെ കാട്ടിലും നിന്നെ ടേക്ക് കെയർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. Hallelujah. In 2003 I resigned and came back to Mysore. 2003 ഞാൻ മൈസൂർ വന്നു. As I told, I didn't know what to do, no ideas, nothing. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. Only one thing I know, the passion, I want to serve the Lord. ഒരു കാര്യം എനിക്ക് അറിയായിരുന്നു, എനിക്ക് കർത്താവിനെ സേവിക്കണം. But gradually God built up a great ministry there. അങ്ങനെ ദൈവം അവിടെ ഒരു നല്ല ശുശ്രൂഷ തന്നു. In 2009 we came to sit. Until then we were in a village about 30 kilometers away. 30 കിലോമീറ്റർ ദൂരെയായിരുന്നു. എന്നാൽ 2010 ഞങ്ങൾ സിറ്റിയിലേക്ക് വന്നു. And we started pioneering a new church in the city. അങ്ങനെ സിറ്റിയിൽ പുതിയ വർക്ക് തുടങ്ങി. It's about 150 Hindus from Brahmin, Lingayat, Gaudas and SCSTs, everybody. It's about 150 Hindus are worshiping now. It's in a Kannada church. ഇപ്പോൾ അവിടെ ഒരു കന്നഡ ചർച്ച് ഉണ്ട്. 150 ഹിന്ദുക്കൾ, എല്ലാ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ അവിടെയുണ്ട്. And God enabled us to start a children's home. About 23 children are being taking care of their education. 23 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഭക്ഷണവും താമസവും ക്രമീകരിച്ച് ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്. About 27 pastors we could train them in our house, and we send them, and we could start the new pioneering churches. About 27 പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്ത് 27 പയനറിംഗ് വർക്കുകൾ അവിടെയുണ്ട്. The one who I came with 144, but today it's more than 1,000 times of what I came from. ആമേൻ. ഞാൻ 144 കുവൈറ്റ് ദീനറുമായിട്ട് വന്നെങ്കിൽ അതിന്റെ എത്രയോ 10 മടങ്ങ് അധികം നന്മകൾ ആ ദേശത്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. Amen. Hallelujah. Hallelujah. God is faithful. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. Hallelujah. Hallelujah. Oh, praise God. I am still same as that day, even today. അന്ന് എനിക്കുണ്ടായിരുന്ന അതേ ആവേശമാണ് എനിക്ക് ഇന്നും ഉള്ളത്. I lie down and my God does everything. ഞാൻ നന്നായി കിടന്നുറങ്ങും, എന്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും. Amen. Hallelujah. Hallelujah. It doesn't matter crores, it doesn't matter lakhs. He does it for me. കോടിയാണേലും ലക്ഷമാണേലും എനിക്ക് വിഷയമല്ല. എന്റെ ദൈവം അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരും. Hallelujah. Praise God. By the grace of God, we are even in the media, like in Karnataka we are in 3 channels, and in Kerala we are in 2 channels, like Power Vision and in Harvest too. കർണാടകത്തിൽ 3 TV ചാനലിലും കേരളത്തില് 2 മലയാളം ചാനലിലും ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. It cost much, but once we were in Kannada channel was first we started, I didn't have money to pay for them. ഇതിനൊക്കെ വലിയ ചെലവുണ്ട് കേട്ടോ. ഞങ്ങൾ കന്നഡ ചാനലിലായിരുന്നപ്പോ എനിക്ക് കൊടുക്കാൻ പണമില്ലായിരുന്നു. Many times I took loan from interest and I used to pay. ഞാൻ പലിശയ്ക്ക് കടമെടുത്താണ് അന്ന് കൊടുത്തിരുന്നത്. I thought, Lord, let me stop this. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിർത്താൻ പോവുകയാണ്. Why should I do this? എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്? One day in a church, a family came from a Brahmin family. ബ്രാഹ്മൺ പശ്ചാത്തലത്തിൽ ഒരു ദിവസം ചർച്ചിൽ ഒരാൾ വന്നു. And she started crying. അങ്ങനെ കരയുവാൻ തുടങ്ങി. Pastor, sir, we don't even put the channel. പാസ്റ്റർ, ഞങ്ങൾ ആ ചാനൽ ഒരിക്കലും തുറക്കുന്നത് പോലും അല്ല. But suddenly that channel came, and you started telling, sister, wait 1 minute. അങ്ങനെ ആ ചാനൽ തുറന്നപാടെ നീ ടിവിയിലൂടെ പറയാ, സിസ്റ്ററെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. You are sitting in a sofa. ഞാൻ സോഫയിൽ ഇരിക്കുകയായിരുന്നു. You are crying because of your problems of debts of nearly 40 lakhs in your family. ദൈവാത്മാവ് പറഞ്ഞു, നീ ഒരു കൗച്ചലിരുന്ന് 40 ലക്ഷം കടമുണ്ട്, അതിനുവേണ്ടി നീ കരയുകയാണ്. And for the testimony, your husband is deciding to take poison and die now. അതുകൊണ്ട് നിന്റെ ഭർത്താവ് മരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് ദൈവാത്മാവ് പറഞ്ഞു. And God can help you. Come on, accept Jesus. യേശുവിനെ നിന്നെ സഹായിക്കാൻ കഴിയും, യേശുവിനെ സ്വീകരിക്കുവാൻ പറഞ്ഞു. She started crying. She called her husband. അങ്ങനെ അവൾ ഹസ്ബൻഡിനെ വിളിച്ചു. And she asked, what are you doing? തന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്?
Oh, the purpose what I went, it's not been done. So I'm just buying a poison from a medical. ഭർത്താവ് പറഞ്ഞു പണത്തിന് വേണ്ടി ഞാൻ പോയി കിട്ടിയില്ല, ഞാൻ മരിക്കുവാൻ പോവുകയാ. But stop. Somebody talked about ourselves in TV. അവൾ ഭർത്താവിനോട് പറഞ്ഞു നിക്ക നമ്മളെ പറ്റി ടിവിയിൽ ഒരാൾ പറഞ്ഞു. And they came to the Lord. അവർ കർത്താവിലേക്ക് വന്നു. 2 families from their sector, the Brahmin family, they came. ആ ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ 2 കുടുംബം വന്നു. Lord, that day I told Lord, forgive me, Lord, that I asked. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ നിർത്തുമെന്ന് പറഞ്ഞ നീ എന്നോട് ക്ഷമിക്കണം. Still today it's going on. ഇന്നും ആ ശുശ്രൂഷ നടക്കുന്നുണ്ട്. People are coming to the Lord. അനേകർ കർത്താവിലേക്ക് വരുന്നുണ്ട്. Just pray for our ministry. ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. As for today, for meditation, let us go to 114 Psalms 5. 114 സങ്കീർത്തനം 5-ാമത്തെ വാക്യം. 114-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്. Oh, what ail you, see that you are fled, O Jordan, that you are turned back. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്. Last 3 days we were meditating about the spiritual warfare. കഴിഞ്ഞ 3 ദിവസങ്ങൾ ആത്മീക യുദ്ധത്തെ പറ്റി നാം പറയുകയായിരുന്നു. And we were thinking about what we should do when we were in the war. നാം യുദ്ധത്തിലായിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്. We thought of hearing a perfect voice. നാം ദൈവ ശബ്ദം നന്നായി കേൾക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. And secondly, we thought of having good picture on your imaginations. നാം നന്നായി ചിന്തിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. And yesterday we were thinking about a right prayer, the way how to pray. ശരിയായി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഇന്നലെ പറഞ്ഞത്. And today let us go to the war field. ഇന്ന് രാവിലെ നമുക്ക് യുദ്ധഭൂമിയിലേക്ക് ചെല്ലാം. And ask the enemy. ആ പിശാചിനോട് ചോദിക്കുകയാ, what do you see when you are in the war? നീ യുദ്ധത്തിന് വരുമ്പോൾ നീ കാണുന്നത് എന്താണ്? Hallelujah. Amen. Hallelujah. Amen. Hallelujah. I believe today some Red Seas are going to flee ഇന്ന് over. രാവിലെ ഞാൻ വിശ്വസിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ചില ചെങ്കടലുകൾ രണ്ടാകുമെന്ന്. Some Red Seas are going to flee ഇന്ന് ചില away from your ചെങ്കടലുകൾ life. രണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. Some Jericho walls are going to fall away from your ഇന്ന് life. എരിഹോ മതിലുകൾ തകരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Thank you, Lord. Yes. I can see some Red Seas are fleeing away from your life. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കാണുകയാണ് ജീവിതങ്ങളിൽ The നിന്ന് problems which you are facing and which you stood like surprised. നീ വളരെ ചിന്താകുലനായി നിന്ന ചില പ്രശ്നങ്ങളുടെ മുൻപിൽ അവയൊക്കെ രണ്ടാവുന്നത് ഞാൻ കാണുകയാണ്. It is just flying back now today. It's just flying back from your life. നിന്റെ ജീവിതത്തിൽ നിന്ന് വാങ്ങിപ്പോവുകയാണ്. Hallelujah. Amen. Amen. Hallelujah. Hallelujah. Praise the Lord. Worship the Lord. Just give a clap offering and praise the Lord. Yes. Today some Red Seas. Oh, Shada Rabalagadha Andal Paragasa. We bless you, Lord. We bless you, Lord. Thank you, Lord. I know my time is too short. 12:15 I need to stop. You can take some more time. Praise God. Praise the Lord. Hallelujah. Praise the Lord. Red Sea was in a crisis in the life of Moses. മോശയുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിരുന്നു ചെങ്കടൽ. Many times crises are not to destroy you. പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നം വരെ നിന്നെ തകർക്കാനല്ല. Crisis is to build you. നിന്നെ പണിയുവാനാണ്. I was just meditating and took about 4 crises what Moses had to go through. മോശ നേരിട്ട് 4 പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. The crisis first was Moses had to face was in the time of his birth. അവന്റെ ജനനത്തിലാണ് അവൻ ആദ്യമേ പ്രശ്നം നേരിട്ടത്. He had to face the sword at the time of his birth. അവൻ ജനിച്ചപ്പോൾ ദേശത്ത് വാൾ ഉണ്ടായിരുന്നു. Hallelujah. The Satan's many times Satan just kill anybody who is born at the time of his birth itself. മോശയുടെ ജീവിതകാലത്ത് ജനിച്ചപ്പോൾ ആ പ്രായത്തിലുള്ളവരെ പിശാച് കൊന്നൊടുക്കുന്ന ഒരു സമയം. It is a strategy of Satan to kill anybody at his time of birth. ജനനത്തിൽ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതിയാണ്. He tried to kill Jesus at his birth. യേശുവിനെ ജനനത്തിൽ കൊല്ലുവാൻ നോക്കി. He tried to depress David at his birth. ദാവീദിനെ ജനനത്തിൽ തകർക്കുവാൻ നോക്കി. So it is a strategy of Satan to kill anybody
at its birth. ജനന സമയത്ത് തകർക്കുക എന്നത് പിശാചിന്റെ പദ്ധതിയാണ്. See, the people of Israel came out of the slavery of Egyptians. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നപ്പോ But they could not reach the promised land. അവർക്ക് വാഗ്ദത്ത നാട്ടിൽ എത്തുവാൻ കഴിഞ്ഞില്ല. At its birth means may not be within a week or a day, but before getting your authority, before knowing who you are, you may be able to ജനന he will try ദിവസമോ to kill. ബാല്യപ്രായത്തിലോ സംഭവിക്കുമെന്നല്ല, ഒരു ദൈവിക പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രായമാകുന്നതിന് മുമ്പ്. In Galatians it says, ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, if you are not matured enough, നീ പക്വതയില്ല എങ്കിൽ, even though you are a son, നീ മകനാണെങ്കിലും you are equal to a slave. നീ ഒരു അടിമയ്ക്ക് തുല്യനാണ്. Hallelujah. Even though you are a son, you are all right to inherit the proper estates and properties. നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അവകാശത്തിന് അതുവരെ നീ യോഗ്യനല്ല. But unless you are not matured or grown enough, you are equal to a slave. നീ വളർന്നു കഴിഞ്ഞാലേ നിനക്ക് അവകാശം കിട്ടത്തുള്ളൂ. അർത്ഥാൽ നീ ഒരു അടിമയ്ക്ക് തുല്യനാണ്. So before you grew or you get mature, if Satan tries to kill you, you will not be able to inherit what God has prepared നീ for you. വാഗ്ദത്ത പ്രാപ്തിയുടെ പ്രായമാകുന്നതിന് മുമ്പ് നിന്നെ തകർത്ത് കളഞ്ഞാൽ നിനക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കുവാൻ ഇടയാവുകയില്ല. People of Israel came out of Egypt, but Egypt never left them. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നുവെങ്കിലും മിസ്രൈം അവരിൽ നിന്ന് പോയില്ല. There grew a generation where the passion was gone out of them. അവരിൽ നിന്ന് ആ ആവേശം പോയി. And when it comes to Joshua chapter 5, God asked Joshua to make another new covenant, asking them to circumcise. യോശുവയുടെ 5 വരുമ്പോൾ ഒരു പുതിയ ഉടമ്പടി പരിച്ഛേദനയിലൂടെ പറയുകയാണ്. Because Bible says God wanted to take away the reproach of Egypt from them. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈജിപ്തിന്റെ നിന്ന് ഗിൽഗാലിൽ വെച്ച് ഉരുട്ടിക്കളയേണ്ടതിന്. Just imagine, they came out of the slavery from the Red Sea. അവരിതാ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ കടന്നു വന്നു. They walked nearly about 30 years. 30 വർഷങ്ങൾ നടന്നു. But they were walking with the reproach of the Egypt. അവർ ഇന്നും മിസ്രൈമിന്റെ നിന്ന വഹിച്ചുകൊണ്ടാണ് നടന്നത്. ആമേൻ. Hallelujah. Hallelujah. Because they were being slave for nearly 400 years. 400 വർഷങ്ങൾ അവർ അടിമകളായിരുന്നു. They were not able to think about inheriting their own land, inheriting their own property. അവരുടെ വാഗ്ദത്തം ഏറ്റെടുക്കുന്നതിനെ പറ്റി അവർക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞില്ല. Then God said that I will give you the promised land, a land of honey and milk. ദൈവം അവരോട് പാലും തേനും ഒഴുകുന്ന ദേശം തരുമെന്ന് പറഞ്ഞപ്പോൾ they were not able to think that they will get it as God said. ദൈവം പറഞ്ഞതുപോലെ ലഭിക്കുമെന്ന് അവർക്ക് ചിന്തിപ്പാനുള്ള പ്രാപ്തി ഇല്ലായിരുന്നു. And they were all had a mentality of slave in them. അവരിൽ ഒരു അടിമത്വത്തിന്റെ ചിന്ത ഉണ്ടായിരുന്നു. And the next generation where they came, who was born in the wilderness, ആ മരുഭൂമിയിലൂടെ നടന്ന ചെറുപ്പക്കാരുടെ തലമുറ, they didn't have the presence of the God in their life. അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഇല്ലായിരുന്നു. Because they had no good leaders to show the presence of the Lord. ദൈവ സാന്നിധ്യം കാണുമാർ അവരുടെ മുൻപിൽ ആളുകളില്ലായിരുന്നു. These generations, the second generation, they heard only about what God has done for them in Israel, how they lived in Egypt, what they were doing in Egypt. But the presence of the God, they could not experience that for the new generation. ആ പുതിയ തലമുറയ്ക്ക് അത് യഥാർത്ഥത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. With the slavery mentality, you cannot get into the promised land. ആ അടിമത്ത മനോഭാവത്തിലൂടെ വാഗ്ദത്ത ദേശത്ത് കാലെടുത്ത് വെക്കുവാൻ നിനക്ക് കഴിയില്ല. Many times the crisis God brings is to get into a covenant so that you can get into the promised land. പലപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളി ദൈവം കൊണ്ടുവരുന്നത് വാഗ്ദത്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ
പോകുവാനാണ്. Because you cannot go with your own style. As in Joshua it says, you have never gone through this way before. യോശുവയുടെ പുസ്തകത്തിൽ വരുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നുണ്ട് നിങ്ങൾ ഈ വഴിയായി ഇതിനു മുമ്പ് നടന്നിട്ടില്ലല്ലോ. So you need a better covenant. You need പുതിയ ഉടമ്പടി ആവശ്യമാണ്. You need to know that Holy Spirit is there with you. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. Unless you make a covenant with Lord, you cannot get into the next promise. ദൈവവുമായി ഒരു ഉടമ്പടിയിൽ അകപ്പെടാത്തിടത്തോളം കാലം വാഗ്ദത്തത്തിന്റെ അടുത്ത പടിയിലേക്ക് നിനക്ക് ചെല്ലുവാൻ കഴിയില്ല. Today Satan is just trying to take away the promises what God has planned for you. ദൈവം നിനക്ക് വേണ്ടി ഉദ്ദേശിച്ച വാഗ്ദത്തങ്ങളെ പിശാച് എടുക്കുവാൻ നോക്കുകയാണ്. They all got compromised with the comfort zones what they had. അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സുഖലോലുപതയിൽ അവർ യോജിച്ചു പോയി. Most of them started settling up before the Jericho itself. യെരിഹോ മതിലിന് മുമ്പിൽ തന്നെ സ്ഥിരതാമസമാക്കുവാൻ പലർ നോക്കി. They all started camping up in different positions. പല ഇടങ്ങളിൽ അവർ സന്തുഷ്ടരായി തീർന്നു. Brother, that is not the place what God has called for you. സഹോദര, നിന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഇടമല്ലത്. God has a different purpose in your life. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. When crisis comes, ask God, Lord, show me the way. ഈ വെല്ലുവിളികൾ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എന്നെ വഴി കാണിക്കണമേ. Second crisis what Moses had to face was, മോശ നേരിട്ട രണ്ടാമത്തെ he വെല്ലുവിളി, had to face the Egyptian. അവൻ മിസ്രയീമ്യരെ നേടണമായിരുന്നു. And he was literally comfort with the palace. അവന് ആ രാജകൊട്ടാരത്തിൽ സന്തുഷ്ടനായിരുന്നു. And he tried to save the Israelites standing inside the palace. അവന് ഇസ്രായേലിൽ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ നോക്കി. Standing inside the palace, being inside the palace. കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് ജനത്തെ വിടുവിക്കുവാൻ നോക്കി. Many times we are like that. പലപ്പോഴും നമ്മൾ അങ്ങനെയാ. Oh pastor, I will give whatever you want, go and do. I'm not able to come out of this. പാസ്റ്ററെ, നിങ്ങൾക്ക് വേണ്ടി പൈസയൊക്കെ ഞങ്ങൾ തന്നേക്കാം, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. Hallelujah. God, yesterday I was telling, God gave you this comfort not because you were so worthy enough than other people. ദൈവം തന്നിരിക്കുന്ന ഈ സൗകര്യമൊക്കെ നമ്മൾ മറ്റേരെക്കാളും മെച്ചമായതുകൊണ്ടൊന്നും തന്നിരിക്കുന്നതല്ല. God gave you for a purpose. ദൈവം ഒരു ഉദ്ദേശത്തിനാ തന്നിരിക്കുന്നത്. God gave you for a purpose. ദൈവം ഒരു ഉദ്ദേശത്തിനാണ് തന്നിരിക്കുന്നത്. If you forget that purpose, നിന്റെ ഉദ്ദേശം നീ മറന്നുപോയാൽ, He will bring the crisis that you will run off from that comfort. പ്രിയമുള്ളവരെ, നിന്റെ സുഖ ലോലുപത ഇടത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ജീവിത വെല്ലുവിളികൾ വരും. Bible says, as the eagle shakes the nest. ആ ദൈവത്തിന്റെ വചനം പറയുന്നു, കഴുകൻ തന്റെ കൂടിനെ ഇളക്കുന്നത് പോലെ. As the Bible shakes the nest, കഴുകൻ കൂടിനെ ഇളക്കുന്നത് പോലെ He will shake our life. അവൻ നമ്മുടെ ജീവിതത്തെ പിടിച്ച് കുലുക്കും കേട്ടോ. The eagle shakes the nest not to kill the child, kill the baby. കുഞ്ഞുങ്ങളെ കൊല്ലുവാനല്ല കഴുക് കൂടിളക്കുന്നത്. When you feel the nest is being shaken, ആ കൂടിളകുന്നുവെന്ന് തോന്നുമ്പോൾ God wants to asking you to fly to your next dimension. പറക്കൽ പഠിക്കാനാണ് ദൈവം കൂടിനെ ഇളക്കുന്നത്. Hallelujah. Yes, Lord. The Spirit of the God is touching some people here. ഇന്ന് രാവിലെ ചില ജീവിതങ്ങളെ ദൈവാത്മാവ് തൊട്ടു പറയുകയാ. If you don't come out of the nest, നീ കൂട്ടിൽ നിന്ന് പുറത്തു വരുവാൻ തയ്യാറായില്ലെങ്കിൽ, the nest was a blessing for the eaglets, babies. ഇന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് കൂട് ഒരു മറവായിരുന്നു. But the nest is going to be a curse in your life. ആ കൂട് നിനക്കൊരു ശാപമായി മാറുന്നതിന് മുമ്പ് Fly off from the nest. ആ കൂട്ടിൽ നിന്ന് പുറത്തു വരുവാൻ സമയമായി. Oh, hallelujah. We bless your holy name, oh Jesus. Don't send somebody for what God has called you to do. ദൈവം മറ്റാരെങ്കിലും അയക്കുമെന്നല്ല നിന്നെയാ ദൈവം വിളിച്ചിരിക്കുന്നത്. There are thousands of people around you. നിന്റെ ചുറ്റുപാടും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് who are going to hell. അനേകർ പാപത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നു. You will have to give the answer for them. നീ വേണം ഉത്തരം പറയുവാൻ. Oh, Sharabaraka. We always like to stand with the people who are similar to us. നമുക്ക് ഇഷ്ടമുള്ളവർ കൂടെ നമ്മൾ നിൽക്കത്തുള്ളൂ.
Many times maybe the people who are similar to you will not be there. നിന്നെ പോലെ ഉണ്ടെന്ന് തോന്നിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്ന ചിലരെ അക്കരെ കാണുകയല്ലേ കേട്ടോ. Or if you stand with them, you will be with them. അവരുടെ കൂടെ നിന്നാല് അവരുടെ കൂടെ തന്നെ എന്നും നിൽക്കും. Stand with the people whom God wants to take to the next level. നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം നിയോഗിച്ചവരുടെ കൂടെ നിൽക്കേ. Oh, Sharabolo Kodorobose. Yes. Stand with the people whom God loves. ദൈവം സ്നേഹിക്കുന്ന ജനത്തിന്റെ കൂടെ നിൽക്കുക. Oh Moses, you cannot do my ministry being in the palace. കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് നിനക്ക് എന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയില്ല മോശയെ. God brought a crisis in his life. ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി കൊണ്ടുവന്നു. So that he had to run out of the palace. കൊട്ടാരത്തിൽ നിന്ന് എന്നേക്കുമായി ഓടി ഒളിക്കുന്നത് പോലെ. Oh, Shadarabala Kadarabasa. Think many times God has brought you the biggest crisis that you had to run off from that place. ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കണം സ്നേഹിതരെ, നീ ഓടിപ്പോകേണ്ടി എത്രയോ വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ വന്നു. Because God wants you to look at the purpose what God has been brought to you. നിന്റെ മേലുള്ള ദൈവിക ഉദ്ദേശം കണ്ണു തുറന്ന് കാണേണ്ടതിനല്ലേ ദൈവം അത് ജീവിതത്തിൽ കൊണ്ടുവന്നത്. The third crisis what Moses had to face മോശ നേരിട്ട അടുത്ത പ്രശ്നം was the burning bush. അത് ഒരു കത്തുന്ന മുൾച്ചെടി. He was running to the wilderness. അവൻ മരുഭൂമിയിലേക്ക് ഓടി. From the palace. അവൻ കൊട്ടാരത്തിൽ നിന്ന് അവിടേക്ക് ഓടി. He was just getting out of the comfort zone, the identity what he had in the palace. അവൻ ഇതുവരെ ഉണ്ടായിരുന്ന ഐഡന്റിറ്റിയിൽ നിന്ന് അവൻ പോവുകയാണ്. Many times the identity we had already will never allow to do the purpose of God. ഇന്ന് വരെ നമുക്കുള്ള ചില ഐഡന്റിറ്റി ചില ദൈവിക ഉദ്ദേശങ്ങൾ ചെയ്യാൻ നമ്മളെ അനുവദിക്കത്തില്ല. Oh, what they will think if I say about Jesus. ഞാൻ യേശുവിനെ പറ്റി പറഞ്ഞ അവരെന്ത് വിചാരിക്കും? Oh, they may scold me, they may think bad about me. അവരെന്നെ വഴക്ക് പറയും, അവരെന്നെ പറ്റി മോശം ചിന്തിക്കും. Your identity what you carry is the biggest struggle for doing the purpose of God. Praise God. ആവശ്യമില്ലാത്ത ഐഡന്റിറ്റി ഒന്നും വഹിച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ. അത് ദൈവിക ഉദ്ദേശം നിവർത്തിക്കുന്നതിന് ഒരു തടസ്സമായി മാറും. Many times God takes you through the wilderness. പലപ്പോഴും ദൈവം മരുഭൂമിയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് because to destroy the fake identity what you carry in yourself. ആവശ്യമില്ലാതെ കൊണ്ടു നടക്കുന്ന ചില ഐഡന്റിറ്റിയെ തകർക്കാനാണ് ദൈവം കൊണ്ടു നടക്കുന്നത്. You have only the Christ crucified. All other things are fake things. പ്രിയരെ, നമുക്ക് ഒരേ ഒരു ഐഡന്റിറ്റി ഉള്ളൂ. അതിന്റെ പേര് ക്രൂശിക്കപ്പെട്ടവനായ യേശു. Hallelujah. Beyond that, everything is fake. അതല്ലാത്തത് മുഴുവനും വ്യാജവാ സ്നേഹിതരെ. Do not trust in that. അതിലൊന്നും നീ മുറുകെ പിടിക്കരുത്. All those things are temporary. അതൊക്കെ വളരെ പരിമിതമാണ്, നിലനിൽക്കുന്നതല്ല. And he had to come out of that identity. അവൻ അതിൽ നിന്ന് പുറത്തു വന്നു. And the fourth and the third thing, he had to really fight with God. അവൻ ദൈവത്തോട് മല്ല് പിടിച്ചു. He had to fight with the purpose. അവൻ ഉദ്ദേശത്തോട് മല്ല് പിടിച്ചു. Because he tried to do with his plan at the first. അവൻ അവന്റെ പ്ലാനിൽ ചെയ്യുവാൻ തുടങ്ങി. But God didn't want him to go him alone. അവന് തന്നെ പോകാൻ ദൈവം അനുവദിച്ചില്ല. God gave him all authority. അവൻ അധികാരം കൊടുത്തു. God spoke to him directly. ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചു. In Exodus 4:17 he says, പുറപ്പാട് 4:17 പറയുന്നു, you at last thing before he asked him to go, പോകുന്നതിന് മുമ്പ് ഒടുവിൽ പറഞ്ഞത്, and you shall take this rod in your hand with which you shall do miracles. നീ വടി എന്റെ കയ്യിൽ എടുക്കണം, ഇതുകൊണ്ട് നീ വീര്യം പ്രവർത്തിക്കും. And in 18 he went to Jethro's house. അവനെ യിത്രോവിന്റെ ഭവനത്തിലേക്ക് പോയി. So at the last verse what God said to Moses was, ദൈവം മോശയോട് പറഞ്ഞ അവസാന വാക്ക്, he was giving him full authority upon his hands. അവന്റെ ജീവിതത്തിൽ അധികാരം കൊടുത്തു. First 3 crises was from God. ആദ്യത്തെ വെല്ലുവിളി ദൈവത്തിൽ നിന്ന്. First 3 crises what he had to go through was from God. ആദ്യത്തെ 3 വെല്ലുവിളികൾ ദൈവത്തിൽ നിന്ന് വന്നു. So to build him up,
അതവനെ പണിയുവാൻ, to bring him into his purpose. അവന്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ. The fourth crisis, what he is facing now, എന്നാൽ നാലാമത് അവൻ നേരിട്ട വെല്ലുവിളി, it was with the enemy. അത് പിശാചിൽ നിന്ന് വന്നതാ. Oh, it is so serious. അത് വളരെ ഗൗരവതയുള്ളതാ. It is not as with you had the crisis with God. ഇതുവരെ നീ നേരിട്ടതുപോലെ അല്ല കേട്ടോ. He has so much of burden already now, bringing people out of the wilderness. നമ്മുടെ മേലൊരു വലിയ ആത്മഭാരമുണ്ട്. Now he is facing a Red Sea. ഇപ്പോൾ ഇതാ ചെങ്കടലിനെ. In front of the, as 2-3 days I was teaching you about the in the war what we miss really. പലപ്പോഴും നമുക്ക് യുദ്ധത്തിൽ ഇല്ലാതിരിക്കുന്ന എന്തെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. So even though God sent Moses, prepared Moses, built Moses, ദൈവം മോശയെ അയച്ചെങ്കിൽ അവനെ പണിതെങ്കിൽ അവനെ ഒരുക്കിയെങ്കിൽ, but when he came and had the real crisis in his life, അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ വെല്ലുവിളി വന്നപ്പോൾ he was totally broken in his life. അവൻ ജീവിതത്തിൽ ആകെ തകർന്നു പോയി. He started looking back at the Egyptians soldiers. അവന് ആ മിസ്രൈമിയ സൈന്യത്തെ നോക്കി. And suddenly fear came into the people. പെട്ടെന്ന് ഭയം വന്നു കേട്ടോ. And they didn't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. People started grumbling against Moses. മോശയ്ക്കെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങി. People started throwing stones against Moses. മോശയ്ക്കെതിരെ കല്ലെറിയുവാൻ തുടങ്ങി. People started telling, you are not good leader. നീ ഒരു നല്ല നേതാവല്ലെന്ന് പറഞ്ഞു. And Moses was totally crushed. മോശ ആകെ തകർന്നു പോയി. He tried to preach in front of the people. അവനെ ജനത്തിനോട് പ്രസംഗിക്കുവാൻ നോക്കി. 14:10 and 11 you can see, today the Egyptians what you see you will never see again. അവര് പറഞ്ഞു, ഇന്ന് നീ കാണുന്ന മിസ്രൈമിനെ ഇനിമേൽ നീ കാണുകയില്ല. The Lord is going to fight for you. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. He had a big preaching, അവൻ ഒരു വലിയ പ്രസംഗം നടത്തി. but it was totally with fear inside him. അപ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. And because God says, ദൈവം പറയുന്നു, oh Moses, മോശേ, why are you crying before me നീ എന്തിനാ എന്റെ മുമ്പാകെ കരയുന്നത്? when all things stands against us? എല്ലാം നമുക്കെതിരെ തിരിയുമ്പോ, As David says, ദാവീദ് പറയുന്നത് പോലെ, when the foundations of the righteous are shaken, നീതിമാന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമ്പോ, what would the righteous do? എന്താണ് നീതിമാൻ ചെയ്യുന്നത്? Even though in your weakness, നിന്റെ ബലഹീനതയിൽ God will never let you down. ദൈവം നിന്നെ തനിയെ വിടില്ല. You may be not strong enough. നിനക്ക് ശക്തി കാണില്ല. You may not be built up in your faith. നിന്റെ വിശ്വാസത്തിൽ നീ ക്ഷീണിച്ചിരിക്കാം. But one thing let me say, ഒരു കാര്യം ഞാൻ പറയട്ടെ, God is faithful in your ദൈവം നിന്റെ crisis. വിശ്വസ്തനാണ്. Let us ask Red Sea now. നമുക്ക് ചെങ്കടലിനോട് ചോദിക്കാം, Oh Red Sea, what did you see? ചെങ്കടലെ നീ കാണുന്നത് എന്താ? Did you flew back seeing the gown of Moses? നീ പുറകോട്ട് പോയത് മോശയുടെ വസ്ത്രം കണ്ടിട്ടാണോ? Did you flew back looking at the people of a multitude of people? ആ ജനത്തിന്റെ വലിപ്പം കണ്ടിട്ടാണോ നീ പുറകോട്ട് പോയത്? Or did you see the prayer and fasting what they did that you flew back? പ്രാർത്ഥന ഉപവാസവും കണ്ടിട്ടാണോ? ആമേൻ. Moses was totally shattered and weak there. മോശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. Suddenly he heard a voice from the അവന് God. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. Stop crying. കരച്ചിൽ നിർത്ത്. Stretch your hand. നിന്റെ കൈ നീട്ടുക. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. Come on, somebody read from Isaiah. Come on, somebody read from Isaiah 63:12. യെശയ്യാവ് 63:12. Enough. The weak, shattered, depressed Moses. വളരെ ബലഹീനായി ക്ഷീണിച്ചു പോയ മോശ He didn't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. He was totally shattered. അവൻ ജീവിതത്തിലായി ക്ഷീണിച്ചു പോയി. He was totally confused. അവൻ ജീവിതത്തിൽ വളരെ പരിക്ഷീണനായി. But at last he tried what God did. ഒടുവിൽ ദൈവം പറഞ്ഞ അവൻ ചെയ്തു. He just stretched out his hand. അവന്റെ കൈ നീട്ടി. ഹല്ലേലൂയ. Suddenly the right hand of the Lord came upon the Moses. യഹോവയുടെ വലങ്കരം മോശയുടെ കൈക്ക് പിന്നിൽ വന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. Do you know what Red Sea saw in the crisis? ഈ ചെങ്കടൽ കണ്ടത് എന്താണെന്ന് അറിയാമോ? It was not the hands of Moses. മോശയുടെ കൈയല്ല കണ്ടത്. It was the hands of the Lord. കർത്താവ് Hallelujah. കണ്ടത്. You may be weak in the
crisis. ഇന്ന് നീ ബലഹീനനായിരിക്കും. You may not have so much of faith to stand the crisis. ആ വെല്ലുവിളിക്ക് എതിരെ നിൽക്കുവാനുള്ള ശക്തി ഇല്ലായിരിക്കാം. You may ask, Lord, what I should do now, Lord. എന്ത് ചെയ്യണമെന്ന് ഭയപ്പെടുന്നുണ്ടാകാം. But can you take your position in the crisis? ഇന്ന് രാവിലെ ആ വെല്ലുവിളിയിൽ നീ നേരെ നിൽക്കുമോ? Can you just show the word of God to the crisis? ആ വെല്ലുവിളിയോട് ദൈവവചനം ഉയർത്തിക്കാട്ടുമോ? It is not your weak hands that the crisis sees. ആ വെല്ലുവിളി കാണുന്നതിന്റെ ബലഹീനമായ കൈകളല്ല. It is not the weak heart that the crisis sees. നിന്റെ ബലഹീനമായ ഹൃദയമല്ല വെല്ലുവിളി കാണുന്നത്. When you take your position, നീ നിന്റെ ഇടത്ത് നിൽക്കുമ്പോൾ it is the Lord's glory യഹോവയുടെ കയ്യ് കാണുന്നു. Come on, let us worship the Lord today. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Today the Red Sea is fleeing back. ഇന്ന് രാവിലെ ചില ചെങ്കടൽ പിന്മാറി പോകട്ടെ. Yes. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. Yes, praise the Lord, praise the Lord. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Loudly. ശക്തിയോടെ. Yes. Give him your mighty praise. വെല്ലുവിളികൾ നീങ്ങിപ്പോകട്ടെ. ചില ചെങ്കടലുകൾ നീങ്ങിപ്പോകട്ടെ. യഹോവയുടെ കൈയുടെ പ്രവൃത്തിയാൽ നിന്റെ ജനം നേരിടുന്ന വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. തുറക്കട്ടെ. Yes. Hallelujah. We bless you, Lord. Yes. ചില ചെങ്കടലുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. This morning I see some Red Seas are parting away. ചില എരിയോ മതിലുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. Jericho walls are crumbling down. Come on, stretch your hand. നിന്റെ കൈ ഒന്ന് നീട്ടിയാട്ടെ. Stretch your hand. നിന്റെ വിഷയങ്ങളുടെ മുൻപിൽ നിന്റെ കൈ ഒന്ന് നീട്ടിയാട്ടെ. Whatever be the challenge that you are facing, stretch that hand of authority. ഒന്ന് കൽപ്പിച്ചാട്ടെ. ഇല്ല, command in the name of Jesus. ഒന്ന് പറ, വിട്ടു പോകാൻ പറ. Command in Jesus' name, go away. യേശുവിന്റെ നാമത്തിൽ വിട്ടു പോ. In Jesus' name, go away. ഇന്ന് ഏറ്റെടുത്ത് അധികാരം ഏറ്റെടുത്ത്. You are taking the authority. Yes. മോശേ, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വരത്തില്ല. Oh Moses, the Lord is working on your behalf. നീ ഒന്ന് കൽപ്പിച്ചേ. You have the authority to command. Oh, shabaraba handal baragadaga. Ribadarabarabaraba. Glory be to God. പഴയ നിയമത്തിൽ in the Old Testament God has to come down. In the old പഴയ നിയമത്തിൽ ദൈവത്തിന് ഇറങ്ങി വരണമായിരുന്നു. But here in the New Testament he is already present over you. എന്നാൽ പുതിയ നിയമത്തിൽ അവൻ നിന്റെ അകത്തുണ്ട്. When you walk in the depression, നീ ജീവിതത്തിൽ നിരാശയിൽ നടക്കുമ്പോൾ, when you walk knowing not what to do, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ നടക്കുമ്പോൾ, when you walk knowing that all things are going against me, നിനക്കെതിരെ എല്ലാം തിരിയുന്നുവെന്ന് തോന്നുമ്പോൾ, one thing you just remember one thing. ഒരു കാര്യം നീ ഓർക്കണം. The glory is totally covered over you. ദൈവത്തിന്റെ മഹത്വം നിന്നെ പൊതിയുന്നുണ്ട്. The crisis is not looking at you. ആ വെല്ലുവിളി നിന്നെ അല്ല കാണുന്നത്. Crisis is looking at the glory of the God. ആ വെല്ലുവിളി ദൈവ മഹത്വത്തെയാണ് കാണുന്നത്. Hallelujah. Come on. എല്ലാവർക്കും അല്പസമയം കരങ്ങൾ ഉയർത്തി ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ നിന്റെ വെല്ലുവിളിയുടെ പുറകിൽ ആ ദൈവകരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. In Jesus' name. Let every sickness be healed. Be healed in the name of Jesus. All the crisis I command, go back in the name of Jesus. Hallelujah. Thank Glory you, Jesus. Glory be to God. There is a glory covered over your body.
നിന്റെ ശരീരത്തിന് മേലെ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. In Acts chapter 1 it says, when he comes over you. ദൈവത്തിന്റെ വചനം അപ്പോസ്തലൻ പറഞ്ഞു 1 പറയാം, അവൻ നിന്റെ മേൽ വരുമ്പോ So he has come totally over you. അവൻ നമ്മുടെ മേൽ വന്നു കേട്ടോ. And you will receive the power. നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. Hallelujah. You may not understand the power. അന്നേരം നീ ആ ശക്തി തിരിച്ചറിയും. But the enemy knows the power what you have. എന്നാൽ പിശാചിന് ആ ശക്തി അറിയാം. Today just know some Red Seas are fleeing ഇന്ന് back. രാവിലെ ഒന്ന് തിരിച്ചറിയുക, ചില ചെങ്കടലുകൾ മാറുന്നുണ്ട്. God bless you all. ദൈവം എല്ലാവരെയും Keep അനുഗ്രഹിക്കട്ടെ. us in your prayer.